അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. ഏറെ പ്രിയപ്പെട്ട ഫോക്കസ് അക്കാഡമിയുടെ വെബിനാറിൽ പങ്കെടുക്കുന്ന അധ്യാപക വിദ്യാർത്ഥികളെ, നമ്മൾ കാറ്റഗറി 4മായി ബന്ധപ്പെട്ട് കാറ്റഗറി 3യും 4ഉം സിലബസിൽ മാറ്റമില്ല, നമുക്കറിയാം. ക്വസ്റ്റ്യന്റെ എണ്ണത്തിലാണ് മാറ്റമുള്ളത്. നമ്മൾ കഴിഞ്ഞ കുറെ വെബിനാറുകൾ നടന്നു, ക്ലാസ്സുകളൊക്കെ നടന്നു. കുറച്ച് ചോദ്യങ്ങൾ, അതിന്റെ ഉത്തരങ്ങൾ മാത്രം ഡിസ്കസ് ചെയ്യാം എന്നാണ് ഉദ്ദേശിക്കുന്നത് ഇൻഷാ അല്ലാഹ്. ഓക്കെ, ആ ഒരു ക്വസ്റ്റ്യൻ അതുമായി റിലേറ്റഡ് ആയിട്ട് വരുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പറയാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ചൂസ് ദി കറക്റ്റ് ഫോം ഓഫ് ദി വേർബ്. ഇതിലെ കറക്റ്റ് ഫോം ഓഫ് ദി വേർബ് അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ദി സ്റ്റുഡൻസ് ഡാഷ് ദിയർ അസൈൻമെന്റ്സ് ബിഫോർ ദി ഡെഡ് ലൈൻ. സബ്മിറ്റ്, സബ്മിറ്റഡ്, ഹാവ് സബ്മിറ്റഡ്, സബ്മിറ്റ്സ്. ആൻസർ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യുക. കമന്റ്സ് ഒന്നും വരുന്നില്ല, ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് കമന്റ് ചെയ്യുക. തെറ്റാണെങ്കിലും പ്രശ്നമല്ല. സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? സൗണ്ട് കേൾക്കുന്നുണ്ടോ? ഉണ്ട് സർ. ഓക്കെ ഓക്കെ. നിങ്ങളുടെ ആരെ റെസ്പോൺസ് കാണാത്തതുകൊണ്ട് ചോദിച്ചാണ്. ഇതിന്റെ ഒരു ആൻസർ ഒന്ന് കമന്റ് ചെയ്ത് നോക്കേ. ബി. നമ്മൾ കമന്റ് ചെയ്യുക, ചാറ്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഓക്കെ, ഇത് ഏത് ടെൻസ് ആണെന്ന് അറിയോ? പാസ്റ്റ് ടെൻസ് ആണോ, പ്രസന്റ് ടെൻസ് ആണോ, ഫ്യൂച്ചർ ആണോ? പ്രസന്റ് ടെൻസ്. പ്രസന്റ് ടെൻസ് ആണോ? ഓക്കെ, പറഞ്ഞോളൂ. ക്ലിയർ ആയില്ല, കേട്ടില്ല. പാസ്റ്റ്. വേറെ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടോ? ഓക്കെ, ഇത് ദി സ്റ്റുഡൻസ് മീൻസ് ഇതിന്റെ അർത്ഥം നമ്മളൊന്ന് നോക്കുക. കുട്ടികൾ ഡെഡ് ലൈന് മുമ്പ് തന്നെ അവരുടെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തു. അപ്പൊ ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്, ഒരു റീസെന്റ് ആയിട്ട് നടന്നൊരു കാര്യമാണ്. അപ്പോൾ ഇത് കുട്ടികൾ സബ്മിറ്റ് ചെയ്തു എന്ന് പറയുന്നത് നമ്മൾ നോർമലി പ്രസന്റ് ടെൻസിലാണ് ഇത് പറയാം. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിലാണ് ഇത് വരുന്നത്. ഓക്കെ, കാരണം വളരെ റീസെന്റ് ആയിട്ട് നടന്ന ആക്ഷൻസ് അല്ലെങ്കിൽ നമ്മുടെ എക്സ്പീരിയൻസ് ഒക്കെ പ്രസന്റ് ടെൻസിലാണ് പറയേണ്ടത്. പ്രസന്റ് ടെൻസിലെ ഫോം എന്നുള്ളത് സബ്ജക്ട് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് V3 ഫോം ഓഫ് ദി വെർബ് ആണ്. V3 ഫോം എന്ന് പറഞ്ഞാൽ തേർഡ് ഫോം ഓഫ് ദി വെർബ് ആണ്. പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ആണ്. ഹാവ് സബ്മിറ്റഡ് സർ അല്ലേ? ഓക്കെ, അപ്പോ ദി സ്റ്റുഡൻസ് ഹാവ് സബ്മിറ്റഡ് ദെയർ അസൈൻമെന്റ്സ് ബിഫോർ ദി ഡെഡ് ലൈൻ ആണ്. അപ്പൊ ശ്രദ്ധിക്കുക, നമ്മൾ പറയുന്ന അല്ലെങ്കിൽ നമുക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനിലെ ആൻസർ, നമ്മുടെ ആ ക്വസ്റ്റ്യന്റെ ടെൻസ് നമ്മൾ മനസ്സിലാക്കുക, അർത്ഥം മനസ്സിലാക്കുക. അർത്ഥം മനസ്സിലാക്കുക, നമുക്ക് ടെൻസ് മനസ്സിലാവും. റീസെന്റ് ആയിട്ട് നടന്ന കാര്യങ്ങളും എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്യാൻ വേണ്ടി പ്രസന്റ് പെർഫെക്റ്റ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, പാസ്റ്റ് ആണെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റും പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് ആർക്കെങ്കിലും അറിയോ? ഇത് പാസ്റ്റ് അല്ല എന്ന് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ ഒരു വഴിയുണ്ട്. എന്താ? ഇതില് പാസ്റ്റ് ടെൻസിന്റേതായ ഒരു സബ്ജക്ട്. അങ്ങനെയല്ല. നോർമലി പാസ്റ്റ് പെർഫെക്റ്റ് ആണെങ്കിൽ രണ്ട് വെർബ് ഉണ്ടാവണം. ഒരു വെർബ് റീസെന്റ് ആയിട്ട് കഴിഞ്ഞതും മറ്റൊരു വെർബ് കുറച്ച് മുന്നേ കഴിഞ്ഞതും. ഇപ്പൊ കുറച്ച് മുന്നേ കഴിഞ്ഞ അല്ലെ ആദ്യം നടന്ന ഏതാണോ അതിന്റെ കൂടെ നമ്മൾ ഹാഡ് കൊടുക്കുക. ഹാഡ് പ്ലസ് V3 ആണ് പാസ്റ്റ് പെർഫെക്റ്റ്. പാസ്റ്റ് പെർഫെക്റ്റിൽ എപ്പോഴും രണ്ട് വെർബ് ഉണ്ടാവും. പാസ്റ്റ് കണ്ടിന്യൂസിൽ എപ്പോഴും രണ്ട് വെർബ് ഉണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് പാസ്റ്റ് പെർഫെക്റ്റോ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. പിന്നെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇവിടെ നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല. പിന്നെ കൺഫ്യൂഷൻ വരുന്നത് സിമ്പിൾ പാസ്റ്റ് ആണോ എന്നാണ്. ഒരിക്കലും റീസെന്റ് ആയിട്ടുള്ള ആക്ഷന് വേണ്ടി സിമ്പിൾ പാസ്റ്റ് നമ്മൾ ഉപയോഗിക്കൂല. ഓക്കെ, സോ ദി ആൻസർ ഓപ്ഷൻ സി ആണ്. ദി സ്റ്റുഡൻസ് ഹാവ് സബ്മിറ്റഡ് their assignments. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. fill in the blanks ആണ്. neither the teacher nor the students dash present at the meeting. ഈസ് കമന്റ് പ്രസന്റ് ചെയ്ത് നോക്കാം. പറയരുത്, നമ്മൊന്ന് കമന്റ് ചെയ്ത് നോക്കാം. ഈസ് പ്രസന്റ് എന്നല്ല. ഓക്കെ, ജസ്റ്റ് കമന്റ് ചെയ്ത് നോക്കാം. ബാക്കി ഉള്ള ആളുകൾക്ക് ആർക്കെങ്കിലും കമന്റ് ചെയ്യാനുണ്ടെങ്കിൽ കമന്റ് ചെയ്യട്ടെ. ചാറ്റ് ബോക്സിൽ വരുന്നില്ലല്ലോ സാറേ. ഞാൻ ചാറ്റ് ബോക്സിൽ ചെയ്തു. എല്ലാവർക്കും അങ്ങനെ പ്രോബ്ലം ഉണ്ടോ? എനിക്കറിയില്ല. സർ, അത് പറഞ്ഞത് ശരിയാണ്. ചാറ്റ് ബോക്സിലൊന്നും കാണുന്നില്ല. ചാറ്റ് ബോക്സ് സെൻഡ് ആവുന്നില്ല അല്ലേ? ഓക്കെ, എന്നാൽ നമുക്ക്
അതിന് സമയം കളയാനില്ല. അതുകൊണ്ട് സാർ ഒരു ഓക്കെ. മിനിറ്റ് വെയിറ്റ് ചെയ്താൽ മാത്രം മതി. ഓക്കെ, ഇതിന്റെ അർത്ഥം എന്താണ്? ഈ സെന്റൻസിന്റെ അർത്ഥം എന്താണ്? ടീച്ചറുടെ സ്റ്റുഡന്റ് ആരും പ്രസന്റ് ആയില്ല ക്ലാസ്. മീറ്റിങ്ങിന്. അപ്പൊ ഇത് ഏത് ടെൻസിലാ വരിക? സിമ്പിൾ പ്രസന്റ്. അതായത് ഈ മീറ്റിങ്ങിന് വന്നില്ല എന്ന് പറയണമെങ്കിൽ മീറ്റിംഗ് കഴിഞ്ഞിട്ടായിരിക്കണമല്ലോ നമ്മളിത് പറയേണ്ടത്. ആ പാസ്റ്റ്. ബി ആണ് ഞാൻ എഴുതിയത്. ഓക്കെ, അപ്പൊ സിമ്പിൾ പാസൻസ് ആണെന്നുള്ള ഓക്കെ. അപ്പൊ 2 ഓപ്ഷൻ അവിടെ നിന്ന് പോവും, സിയും ഡിയും പോവും. പിന്നെ ഉള്ളത് എ ആണോ ബി, വാസ് ആണോ വേർ ആണോ? ഇത് ഈ നെയ്തർ നോർ ആണെങ്കിൽ ഏതാണോ ഈ നോറിനോട് ചേർന്നുള്ളത്, സോറി ഞാൻ പറയാം. ഓക്കെ, ഏതാണോ സബ്ജക്റ്റിനോട് ചേർന്നുള്ളത് അതാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, നെയ്തർ നോർ എന്നുള്ളത് ഏതിനോട് ചേർന്ന്, അതായത് നെയ്തർ നോർ യൂസ് ചെയ്യുകയാണെങ്കിൽ verb agrees with the subject that is closest to it. വെർബിനോട് ചേർന്നിരിക്കുന്ന സബ്ജക്റ്റ് ഏതാണ് അതിനെയാണ് നമ്മൾ പരിഗണിക്കുക. ഇവിടുത്തെ വെർബ് എന്താണ്? എന്താണ് വെർബ്? പ്രസന്റ് എന്നുള്ള. അതിനോട് ചേർന്നിരിക്കുന്ന സബ്ജക്റ്റ് ഏതാണ്? ഇവിടെ 2 സബ്ജക്റ്റ് ഉണ്ട്. ഏതൊക്കെയാ? ടീച്ചറും സ്റ്റുഡൻസും. ഒരു ടീച്ചറും സ്റ്റുഡൻസ് എന്നുള്ള. ഓക്കെ, ഇവിടെ സ്റ്റുഡൻസ് പ്ലൂറൽ ആണ്, ടീച്ചർ സിംഗുലർ ആണ്. അപ്പൊ ടീച്ചറിനെയാണ് പരിഗണിക്കുന്നതെങ്കിൽ അവിടെ വാസ് കൊടുക്കണം. സ്റ്റുഡൻസ് എന്നുള്ള പ്ലൂറൽ ആണെങ്കിൽ വേറെ കൊടുക്കണം. അപ്പൊ ഇവിടെ നമ്മള് എന്താണ് നെയ്തർ നോറിന്റെ നിയമം എന്ന് പറഞ്ഞാല് ഏത് സബ്ജക്റ്റ് ആണോ വെർബിനോട് ചേർന്നിരിക്കുന്നത് അതിനെയാണ് പരിഗണിക്കേണ്ടത്. അപ്പൊ സ്റ്റുഡൻസ് എന്നുള്ളത് പ്ലൂറൽ ആയതുകൊണ്ട് നമ്മൾ എന്താ കൊടുക്കേണ്ടത്? വേറാണ് കൊടുക്കുന്നത്. നേരത്തെ തിരിച്ച നെയ്തർ ദി സ്റ്റുഡൻസ് നോർ ദി ടീച്ചർ എന്നാണ് വരുന്നെങ്കിലോ വാസ് വരണം. ഇത് നമ്മൾ സബ്ജക്ട് വെർബ് എഗ്രിമെന്റ് എന്ന് പറയുന്ന കൺകോഡ് എന്ന് പറയുന്ന പാർട്ടില് പഠിക്കുന്നതാണ്. ഇത് നെയ്തർ നോർ കൂടാതെ എയ്തർ ഓർ അങ്ങനെ ഒരുപാട് കൺകോഡ്സ് ഉണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒരു ക്ലാസ് തന്നെ എടുത്തിട്ടുണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഷീസ് ഇൻട്രസ്റ്റഡ് ഇൻ ഡാഷ് ഫോറിൻ ലാംഗ്വേജ്. കുറച്ചും കൂടി സ്ക്രീനിന്റെ മുകളിലോട്ട് കൊണ്ടുവരും. കാണുന്നില്ല അടിഭാഗം, താഴ്ഭാഗം കാണുന്നില്ല. ഓക്കെ, ഷീസ് ഇൻട്രസ്റ്റഡ് ഇൻ ഡാഷ് ഫോറിൻ ലാംഗ്വേജ്. She is interested in learning foreign languages. In learning. To learn എന്ന് ഞാൻ into learn. ഓക്കെ, ഇവിടെ നമ്മൾ നോർമലി ഇത് നമ്മള് ലേണിംഗ് ആണ് ഇവിടെ വരിക. കാരണം എപ്പോഴും ഇൻ കഴിഞ്ഞിട്ട് ഒരു വെർബ് വരികയാണെങ്കിൽ മീൻസ് അത് നമ്മൾ ജെറണ്ട് എന്ന് പറയാം, ING ചേർന്ന് വരുന്ന. ഇത് വെർബ് അല്ല, ഇവിടെ ഇൻട്രസ്റ്റഡ് എന്ന് പറയുന്നതാണ് വെർബായിട്ട് വരിക. ഷീസ് ഇൻട്രസ്റ്റഡ്, അവൾക്ക് താല്പര്യമുണ്ട് ഇൻ. പിന്നെ ലേൺഡ് ടു ലേണിംഗ് ടു ഒക്കെ അവിടെ ഓവറാണ്, കാരണം ഓൾറെഡി ഇൻ വന്നുകൊണ്ട് പിന്നെ ടുവിന്റെ ആവശ്യമില്ല. അത് നമ്മൾ ജെറണ്ട് ആണ് ചേർക്കുക. അപ്പൊ ഈ ഒരു ടൈപ്പ് സ്റ്റൈലിലുള്ള സെന്റൻസ് നോക്കി വെച്ചേക്കുക. ആദ്യം ഒരു സബ്ജക്റ്റ് ഉണ്ടാവും, പിന്നെ അതിന്റെ ഒരു വെർബ് പറയുന്നുണ്ടാവും, പിന്നെ വീണ്ടും വെർബ് പോലെ അല്ലെങ്കിൽ വെർബായിട്ട് റിലേറ്റഡ് ആയിട്ടാണല്ലോ ജെറണ്ട് വരിക. ഇപ്പൊ ലേണിംഗ് അല്ലെങ്കിൽ റൈഡിങ് അല്ലെങ്കിൽ ഈറ്റിംഗ് ഇതൊക്കെ ജെറണ്ട് ആയിട്ട് വരാം. ജെറണ്ട് എന്ന് പറഞ്ഞാല് ING ഫോം ചേർന്ന് വരുന്ന വെർബിന്റെ ING ഫോം ചേർന്ന് വരുന്ന രൂപത്തിലുള്ളതാണ്. എന്നാൽ വെർബിന്റെ അർത്ഥമല്ല. ഒരു പ്രവൃത്തി ചെയ്യുന്നത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. പഠിക്കുന്നതിനെ ഇഷ്ടപ്പെടുന്നു. ലേണിംഗ് ഫോറിൻ ലാംഗ്വേജ് പഠിക്കുന്നത്. അപ്പൊ പഠിക്കുന്നത് എന്നാണ് ലേണിംഗിന്റെ അർത്ഥം, പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്നല്ല ഇവിടെ അർത്ഥം വരിക. ഓക്കെ, അതിനാണ് നമ്മൾ നൗണിന്റെ അർത്ഥം പോലെ വരും. അപ്പൊ ഇങ്ങനെ വരുന്ന ഒരു ഓർഡർ ആണിത്. അവിടെ എപ്പോഴും ഇൻ ആണ് നമ്മൾ നോക്കേണ്ടത്. ഇൻ വന്നു കഴിഞ്ഞാല് അതെന്താണ്, അതിനുശേഷം ജെറണ്ട് ആണ് വരിക. നോർമലി ഈ ഒരു കേസിൽ നമുക്ക് ഓൾറെഡി ഇവിടെ ഒരു വെർബ് ഉണ്ട്. അപ്പൊ വെർബ് അല്ല ഇനി വരേണ്ടത്, ഒന്നിലധികം വെർബ് വരുന്ന സാഹചര്യം ഉണ്ടാവില്ല.
ക്ലിയർ ആണല്ലോ? എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കണം. ക്ലാസ് അടുത്ത എടുക്കുമ്പോൾ നോക്ക്. ക്ലിയർ ആവുന്നു സാറേ, പിന്നെ ഡൗട്ട് വരുന്നു. പറഞ്ഞോളൂ. ക്ലാസ് എടുക്കുമ്പോൾ ഒക്കെയാണ്, പിന്നെ ഡൗട്ട് വരുന്നു. നമ്മൾ കൂടുതലായിട്ട് വർക്ക് ചെയ്യണം. ഇപ്പൊ ജെറണ്ട് എക്സസൈസ്, പ്രാക്ടീസ് എക്സസൈസ് ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ മതി. നമ്മൾ ഓരോ പാർട്ടും ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ തന്നെ ഇഷ്ടംപോലെ വരും. അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് എന്തൊക്കെ AI സംവിധാനങ്ങളുണ്ട്, ചാറ്റ് GPT ഇതൊക്കെ എന്നോട് ചോദിക്കുക, എനിക്ക് ജെറണ്ടുമായി റിലേറ്റഡ് അല്ലെങ്കിൽ പ്രൊപ്പോസിഷനുമായി ബന്ധപ്പെട്ട്, ടെൻസുമായി ബന്ധപ്പെട്ട് കുറച്ച് ഒരു 10 പ്രാക്ടീസ് ക്വസ്റ്റ്യൻ സിമ്പിൾ ലെവൽ. ആ സിമ്പിൾ ലെവൽ നമ്മൾക്ക് കിട്ടി കഴിയുമ്പം കുറച്ച് മോഡറേറ്റ് ലെവൽ, പിന്നെ അടുത്ത ഹൈ ലെവൽ, അങ്ങനെ ഓരോ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ടഫുള്ള അടക്കം ഇങ്ങനെ നമുക്ക് ക്വസ്റ്റ്യൻസ് അത് തരുകയും നമ്മൾ അതിന്റെ ആൻസർ നമുക്കിങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഒരു ആൻസർ റെഡി ആയി കഴിഞ്ഞാൽ എന്നെ പ്രോത്സാഹിപ്പിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നല്ല വാക്കുകൾ പറയാം. അപ്പൊ നമ്മൾ 10ൽ 5 ശരിയാക്കിയാൽ ചാറ്റ് GPT പറയും അടിപൊളിയാണ്, സൂപ്പറാണ്. അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. അപ്പൊ നമ്മുടെ ഒരു ടീച്ചറിനെ പോലെ, അല്ലെങ്കിൽ ഒരു നല്ലൊരു ലേണിംഗ് എക്സ്പീരിയൻസ് നമുക്ക് ഈ ചാറ്റ് ബോട്ടുകൾ കൊണ്ട് കഴിയും. ഓക്കെ, അപ്പോ അങ്ങനെ ഒരുപാട് വെബ്സൈറ്റുകളുണ്ട്. കാരണം ഇതൊക്കെ ഒരു നോർമലി ചെറിയ കുട്ടികളടക്കം അവരുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ബെറ്റർമെന്റിന് വേണ്ടി പഠിക്കുന്ന ഒരു ഏരിയ ആണ്. അപ്പൊ നമുക്ക് അതൊക്കെ ഉപയോഗിക്കാം. ഒരു ബേസിക് നമുക്ക് അറിയാം, പക്ഷെ ഈ പ്രാക്ടീസ് ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് കിട്ടാതെ പോകുന്നത്. അപ്പൊ പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരുപാട് വഴികളുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നോക്കുക. സെലക്ട് ദ വേർഡ് ക്ലോസസ്റ്റ് ഇൻ മീനിങ് ടു ജനറസ്. ജനറസ് എന്ന് പറയുന്ന വേർഡിന്റെ അർത്ഥം വരുന്ന വാക്ക് താഴെ പറയുന്ന ഇതിലേതാണ്? കൈൻഡ് ഹാർട്ടഡ്. വേറെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ? ഓക്കെ, ആൻസർ കറക്റ്റ് ആണ്. ജനറസ് എന്ന് പറഞ്ഞാൽ കൈൻഡ് ഹാർട്ടഡ് ആണ്. എന്ന് വെച്ചാൽ എല്ലാരെയും സഹായിക്കാനുള്ളൊരു നല്ല മനസ്സുള്ള ആളെയാണ് നമ്മൾ കൈൻഡ് ഹാർട്ടഡ് അല്ലെങ്കിൽ ജനറസ് എന്ന് പറയാം. ഓക്കെ, അടുത്ത് നോക്കുക. ഇത് കറക്റ്റ് സ്പെല്ലിംഗ്. ഡി ആണ്. ഓക്കെ, ബി ആണ്. ഇവിടെ ഓൾറെഡി നമുക്ക് മനസ്സിലാവും. ബാക്കി 3 റെഡ് കൊടുത്തിട്ടുണ്ട്, ബിക്ക് മാത്രം റെഡ് കൊടുത്തിട്ടില്ല. അപ്പോ ഇത് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. കാരണം ഏത് വേർഡാ വരിക, എങ്ങനെ വരിക ഒന്നും നമുക്ക് അറിയില്ല. നമുക്ക് ജസ്റ്റ് ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് എളുപ്പമുള്ള വേർഡ് കിട്ടും, ഇല്ലെങ്കിൽ നമുക്കത് മിസ്സാവും എന്നേ പറയാൻ പറ്റില്ല. നമുക്ക് ഇംഗ്ലീഷിലെ ലോകത്തുള്ള എല്ലാ വേർഡും പഠിച്ചിട്ട് പോകാനൊന്നും കഴിയില്ല. അത് നമ്മളെ ഒരു കോച്ചിങ്ങിലോ ഒന്നും റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. നമ്മുടെ ഇത്രയും നാളത്തെ ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ടുള്ള നമ്മുടെ ഒരു അനുഭവത്തിൽ നിന്നും, നമ്മുടെ ഒരു എക്സ്പീരിയൻസിൽ നിന്നും, നമ്മുടെ ഒരു വൊക്കാബുലറി നോളജ് അതിൽ നിന്നൊക്കെയുള്ള പ്യുവർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതൊരു ട്രെയിനിങ്ങിലൂടെ നമുക്ക് അല്ലെങ്കിൽ കോച്ചിങ്ങിലൂടെ റെഡിയാക്കാൻ കഴിയുന്ന ഒന്നല്ല. ഓക്കെ, അപ്പൊ നമ്മുടെ വൊക്കാബുലറി എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ച് നമുക്കിത് ചെയ്യാൻ കഴിയും. അപ്പോൾ നെഗറ്റീവ് മാർക്ക് ഒന്നും പിന്നെ ഇല്ലാത്തത് കൊണ്ട് എന്ത് ചെയ്യാം, എഴുതാം. ഓക്കെ, അടുത്ത നോക്കാം. ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ് ആണ്. ഇഫ് ഐ ഡാഷ് എനഫ് മണി ഐ വുഡ് ബൈ എ ന്യൂ ലാപ്ടോപ്പ്. ഐ ഹാവ് ഹാഡ് എന്നാണ് ഞാൻ വിചാരിച്ചത്. ഐ വുഡ് ഉള്ളതുകൊണ്ട്. അഭിപ്രായങ്ങൾ വരട്ടെ. ചാറ്റ് ബോക്സ് ഇല്ല, ശരി, വർക്ക് ആവുന്നില്ല. ഓക്കെ, ഇത് നമ്മുടെ കണ്ടീഷനിലാണ്. ഇഫ് ക്ലോസ് അല്ലെങ്കിൽ കണ്ടീഷൻ ക്ലോസ് എന്ന് പറയും. ബി സർ. ഓക്കെ, അതായത് ഇതിന് 3 തരത്തിലാണ് വരിക. സിമ്പിൾ പ്രസന്റ് വരും, സിമ്പിൾ പാസ്റ്റ് വരും, പാസ്റ്റ് പെർഫെക്റ്റ് വരും. സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ എന്താ പറയുക, ഇഫ് ഐ മീൻസ് സിമ്പിൾ പ്രസന്റ് ടെൻസിലുള്ള ഒരു വെർബ് ആയിരിക്കും വരിക, അല്ലെങ്കിൽ വെർബിന്റെ സ്ഥാനത്ത് വരുന്ന മറ്റൊരു ഓക്സിലറി വെർബ്. അപ്പോ മെയിൻ ക്ലോസിൽ ഐ വിൽ എന്നാണ് വരിക. ഇതാണ് 1. വിൽ പ്ലസ് V1 ആണ് ഫസ്റ്റ് ഫോം ഓഫ് ദി വെർബ് വരിക. 2 സിമ്പിൾ പാസ്റ്റ്. ഇഫ് ഐ V2 ഫോം ഓഫ് ദി വെർബ്, സെക്കൻഡ് ഫോം ഓഫ് ദി വെർബ് ആണെങ്കിൽ ഐ വിൽ എന്നുള്ളത് മാറി ഐ വുഡ് പ്ലസ് V1 വരും. 3ാമത്തെ കേസ് ഇഫ് ക്ലോസിന്റെ കൂടെ ഹാഡ് ഉണ്ടാവും, മെയിൻ ക്ലോസിനോട് വുഡ് ഹാവ് ഉണ്ടാവും. ഇവിടെ ഹാഡ്, അവിടെ ഹാവ്. വുഡിന് പകരം ഷുഡ് ആവാം, എന്തോ ആവാം.
ഈ കണ്ടീഷനിൽ കൂടെ വരുന്ന സാധാരണ വരുന്ന ഓക്സിലറി വെർബ്സ് എന്തും ആവാം. കുഡ് ആവാം, ഷുഡ് ആവാം, വുഡ് ആവാം ഒക്കെ. അവിടെ അതിന്റെ കൂടെ ഹാവ് കൂടി ഉണ്ടാവും. ഇതാണ് 3 കേസ്. ഇത് നമ്മൾ കണ്ടീഷൻ പറയുമ്പോൾ നോർമലി ചോദിക്കുന്ന ചോദ്യമാണ്. ഉറപ്പായിട്ട് ഒരു ക്വസ്റ്റ്യൻ ഇതിൽ വരും. അപ്പൊ ഇവിടെ എത്രാമത്തെ ടൈപ്പാണ്? ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. നമ്മൾ 3 പറഞ്ഞതിൽ എത്രാമത്തെ ആണിത്? എത്രാമത്തെയാ? മൂന്നാമത്തെ. ഒന്നാണെങ്കിൽ ഐ വിൽ എന്നാണ് വരിക. ഐ വിൽ ബൈ എ ന്യൂ ലാപ്ടോപ്പ്. മൂന്നാമത്തെ ആണെങ്കിൽ ഐ വുഡ് ഹാവ് എന്നാണ് വരിക. ഇവിടെ വുഡ് ഹാവ് വന്നിട്ടില്ല. അപ്പൊ എത്രാമത്തെ വരാ? രണ്ടാമത്തെ. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കുക. അപ്പം ഐ വുഡ് ബൈ എന്നാണെങ്കിൽ 2, ഐ വിൽ ബൈ എന്നാണെങ്കിൽ 1, ഐ വുഡ് ഹാവ് ബോട്ട്, അവിടെ ബൈ അല്ല, അവിടെ പാസ്റ്റ് ടെൻസ് ആവും, ബോട്ട് എന്നാ വരുന്നെങ്കിൽ മൂന്നാമത്തത്. അപ്പൊ ഇപ്പുറത്ത് എങ്ങനെ മാറ്റം വരിക? ഐ വിൽ ആണെങ്കിൽ ഇപ്പുറത്ത് ഇഫ് ഐ ഹാവ് എനഫ് മണി, സിമ്പിൾ. ഇപ്പുറത്ത് ഐ വുഡ് ആണെങ്കിലോ ഇഫ് ഐ എന്ത് വരണം? ഹാഡ് വരണം. പറഞ്ഞത്. അപ്പൊ ഇതാണ് ഹാഡ് ആണ് ഇവിടെ ഉത്തരം. ഇനി ഐ വുഡ് ഹാവ് ആണെങ്കിലോ, ഐ വുഡ് ഹാവ് ബോട്ട് എ ന്യൂ ലാപ്ടോപ്പ് എന്നാണെങ്കിലോ, I had been. അപ്പൊ ഇവിടെ എങ്ങനെ വരും? I would bought. ഇഫ് ഐ Bought. ഐ വുഡ് ബോട്ട് എന്നാ വരിക. ഇപ്പുറത്ത് വരുമ്പം ഇഫ് ഐ ഹാവ് ഹാഡ് വരും. ഇഫ് ഐ ഹാവ് ഹാഡ് എനഫ് മണി ഐ വുഡ് ബൈ എ ന്യൂ ലാപ്ടോപ്പ്. ഹാവ് കൂടുതലായിട്ട് വരും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ആന്റോണിം ഓഫ് ഏൻഷ്യൻ. എന്താണ് ആന്റോണിം, സിനോണിം, ഹോമോണിം? ഇങ്ങനെയൊക്കെ കുറച്ച് വൊക്കാബുലറി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. Antonio opposite. ആന്റോണിം എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ആണ്. ഏൻഷ്യൻ എന്ന് പറയുന്നതിന്റെ ഓപ്പോസിറ്റ് ആണ് ചോദിക്കുന്നത്. Modern. ഓക്കെ, സിമ്പിൾ ആണ്. ഓൾഡ്, ആന്റിക്. ആന്റിക് എന്ന് പറഞ്ഞാൽ പഴയ കാലത്തെ പുരാവസ്തുക്കൾക്കാണ് ആന്റിക് എന്ന് പറയാം. ഹിസ്റ്ററിക് എന്ന് പറഞ്ഞാലൊക്കെ പഴയ കാലം ബന്ധപ്പെട്ടാണ്. മോഡേൺ ആണ് പുതിയ കാലം. സിമ്പിൾ ആണ്. ഞാൻ ക്വസ്റ്റ്യൻ ഇട്ടോണ്ട സിമ്പിള്. ഇങ്ങനെ തന്നെ ഒരു 10 തന്നാ മതി. ആഗ്രഹം. ഞാൻ എന്തോ ക്വസ്റ്റ്യൻ ഇടുന്നത്. കൊറേയൊക്കെ സിമ്പിൾ ആണ്. കഴിഞ്ഞ 2 തവണ ആയിട്ട് കേട്ടോ. ഇൻഷാല്ലാ ചാടിപ്പോവും, ചാടി കിടക്കും. കിടന്നാ മതി സാറേ. ഓക്കെ, നോക്കാം. അടുത്ത് നോക്കാം. ഐഡന്റിഫൈ ദി കറക്റ്റ്ലി റിട്ടൺ സെന്റൻസ്. കറക്റ്റ് ആയിട്ട് എഴുതിയിട്ടുള്ള സെന്റൻസ് എന്ന് പറയാം. B is the correct. C. C is correct. ഓക്കെ, ഇവിടെ സി ആയത് സിംഗുലർ ആയതുകൊണ്ട് തന്നെ എന്ത് വരണം? അതെ, C ആണ്. ഡസ് വരണം. അപ്പം ഒന്നും ഓപ്ഷൻ എയും ഡിയും വരില്ല. പിന്നെ ഡസിൻ ലൈക്സ് കോഫി ആണോ, ഡസിൻ ലൈക്ക് കോഫി ആണോ? അതെങ്ങനെയാ നമ്മൾ തീരുമാനിക്കുക? ഡസ് ഉണ്ടാവും, പിന്നെ ലൈക്ക് വരൂ. ലൈക്സ് വരൂലല്ലോ. ലൈക്സിന്റെ ഉള്ളിൽ നിന്നുള്ള ഡസിനെയാണ് നമ്മൾ പുറത്തെടുത്തത്. അതെ. അപ്പൊ എന്ത് വരില്ല? ലൈക്സ് പിന്നെ വരില്ല. ഓപ്ഷൻ സി ഈസ് ദി കറക്റ്റ് ആൻസർ. ഇതിൽ ആർക്കും സംശയമൊന്നുമില്ലല്ലോ. അടുത്ത് നോക്കാം. മെറ്റിക്കുലസ്. മെറ്റിക്കുലസ് എന്ന് പറഞ്ഞാൽ എന്താണ്? C എന്ന് പറയുന്നു, അറിയില്ല. Very careful and precise. അതെ, വെരി കെയർഫുൾ ആൻഡ് പ്രസീസ് ആണ് മെറ്റിക്കുലസ്. ഇനി നമുക്ക് എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കട്ടെ. ഓക്കെ, ഇത് മോഡലാണ്. ഇങ്ങനെയൊക്കെ വരും എന്ന് നമ്മൾ കരുതിയിരിക്കുക. 1-2 ക്വസ്റ്റ്യനെ ഈ ഒരു ഏരിയയിൽ നിന്ന് വരുള്ളൂ. ഓക്കെ, നോക്കാം. ചൂസ് ദി മോസ്റ്റ് സ്യൂട്ടബിൾ വേർഡ്. The manager appreciated the team's dash in completing the project on time. ടീമിന്റെ എന്തിനെയാണ് മാനേജർ അപ്രീഷിയേറ്റ് ചെയ്തത്?
കോപ്പറേഷൻ. എന്താണ് കോപ്പറേഷൻ എന്ന് പറഞ്ഞാല്? ഓപ്പറേഷൻ സ്പെല്ലിംഗ്. സ്പെല്ലിംഗ് ശരിയാണ്. കോ ഓപ്പറേഷൻ എന്നാ പറയാം. ഓപ്പറേഷൻ കോർപ്പറേഷൻ എന്ന് പറയാം, അത് വേറെ. കോഓപ്പറേഷൻ കോപ്പറേഷൻ എന്ന് പറഞ്ഞാൽ സഹകരണതാണ്. കൺഫ്യൂഷൻ എന്ന് പറഞ്ഞാലോ നമുക്കറിയാമല്ലോ. ഹെസിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? മടി, ലേസി. അത് നമ്മള് നിരാകരിക്കുക, റിജക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇഷ്ടമില്ലാത്തത് തന്നെയാണ് ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞാല് വാദം. തർക്കം. ഒരു വാദം. അപ്പോ അതാണോ മാനേജർ അപ്രീഷിയേറ്റ് ചെയ്യുന്ന എന്തിനായിരിക്കും ഇവിടെ? കോർപ്പറേഷൻ. കോർപ്പറേഷൻ തന്നെ ആയിരിക്കും. ഞാൻ വിചാരിച്ച് അതായിരിക്കും. കൂടുതൽ ഡിസ്കഷൻ വന്നപ്പോ ഞാൻ വിചാരിച്ച തെറ്റി. The company decided to dash a new branch in Kochi. സെറ്റപ്പ് അല്ലേ? സെറ്റ് ഓഫ് അല്ല, സെറ്റ് അസൈഡ്, സെറ്റ് ഔട്ട്. സെറ്റ് സൈഡ് ആണോ? ഡൗട്ട് ഉണ്ട്. സെറ്റ് അസൈഡ്, സെറ്റപ്പ്. സെറ്റപ്പ് ആണ്. സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ടു എസ്റ്റാബ്ലിഷ് ഓർ സ്റ്റാർട്ട് ഓർ ക്രിയേറ്റ് എ ബിസിനസ് ഓർ ഓർഗനൈസേഷൻ, അതിനാണ് സെറ്റപ്പ് എന്ന് പറയാം. ഓക്കെ. ഇനി സെറ്റ് ഓഫ് എന്ന് പറഞ്ഞാലും സെറ്റ് ഔട്ട് എന്ന് പറഞ്ഞാലും എന്താ മീനിങ്? രണ്ട് സെയിം മീനിങ് ആണ്. എന്താണ് അത്? സ്റ്റോപ്പ് ആക്കി എന്നുള്ളതല്ലേ? അല്ല. സെറ്റ് ഓഫ് സെറ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ജേണി, ഒരു എക്സ്പ്ലോറേഷൻ ഒക്കെ പോവാൻ പോകുന്നതിനാണ് സെറ്റ് ഓഫ്. വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്നത്. സെറ്റ് ഔട്ട് എന്ന് പറഞ്ഞാലും അത് തന്നെയാണ്, നമ്മളൊരു ജേണിയോ ഒരു ആക്ടിവിറ്റിയോ പ്രത്യേക ലക്ഷ്യത്തിന് വേണ്ടി പോകുന്നത്. സെറ്റ് എസൈഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും റിസർവ് ചെയ്യുക അല്ലെങ്കിൽ സേവ് ചെയ്ത് വെക്കുക, പൈസയോ എന്തെങ്കിലും ഒരു പർപ്പസിന് വേണ്ടി. അതിനാണ് സെറ്റ് അസൈഡ് എന്ന് പറയാം. ഓക്കെ. നമ്മൾ ഈ സെറ്റ് ഓഫ് ഫോണിനൊക്കെ യാത്ര തുടങ്ങി പറയലില്ലേ? അടുത്ത് നോക്കുക. ഷീസ് ഓൺ ഡാഷ് റീഡിംഗ് ഹിസ്റ്റോറിക്കൽ നോവൽസ്. ഓഫ് അല്ലേ? നോർമലി നമ്മൾ ഫോണിന്റെ കൂടെ, ഫോൺ ഒരു അഡ്ജക്റ്റീവ് ആണ്, അതിന്റെ കൂടെ ഓഫ് ആണ് എപ്പോഴും ഉപയോഗിക്കുക. ഫോൺ ഓഫ്, ഷീസ് ഫോണ്ട് ഓഫ്, അങ്ങനെ ചില വാക്കുകളുടെ കൂടെ പ്രൊപ്പോസൽസ് നമ്മൾ കോമൺ ഉപയോഗിക്കാറുണ്ട്. അറബിയിൽ അങ്ങനെ ഉണ്ടല്ലോ. അറബിയിൽ നമ്മൾ പഠിക്കാറുണ്ടേ. ഇപ്പം യാത്തമദയുടെ കൂടെ എപ്പോഴും എന്താ പറയാ? അല ഉപയോഗിക്കും. അല ഉപയോഗിക്കും. അസമല. വഖാഹ പറഞ്ഞാല് വഖാഹ. കൈല. അപ്പൊ അതേപോലെ അറബി ഇംഗ്ലീഷിലും ചില അങ്ങനെ ഉണ്ട്. ഓക്കെ. ദി മാനേജർ സ്പോക്ക് that his assistant during the presentation. Manager spoke dash that his assistant during the presentation. ക്ലിയർലി. മോർ ക്ലിയർലി. ഒരു കമ്പാരിസൺ ആണ് കേട്ടോ, ഒരാളെ കമ്പയർ ചെയ്യാം. അപ്പൊ എങ്ങനെ പറയാ? മോർ ക്ലിയർലി അല്ലേ? മോർ ക്ലിയർലി. രണ്ടുപേരേ ഉള്ളൂ ഇവിടെ കമ്പയർ ചെയ്യാം, അപ്പൊ മോർ മതി. കുറെ പേരുണ്ടെങ്കിൽ മോസ്റ്റ് വരിക. അത് അറിയാലോ, നമ്മൾ കമ്പാരേറ്റീവും സൂപ്പർലേറ്റീവ് ഡിഗ്രി എന്ന് പറയും. കുറെ പേരുണ്ടെങ്കിൽ അതിൽ ഏറ്റവും സൂപ്പർലേറ്റീവ് മോസ്റ്റ് വെച്ച്. രണ്ടുപേരെ കമ്പയർ ചെയ്യണം, കമ്പാരേറ്റീവ് ഡിഗ്രി മോർ ആണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇവിടെ മാനേജറെയും അസിസ്റ്റന്റിനെയും നമ്മൾ കമ്പയർ ചെയ്യാണ്, അപ്പൊ മോർ അവിടെ വരണം. ഇപ്പൊ ക്ലിയർലി മാത്രമാണെങ്കിൽ അർത്ഥം ശരിയാവും, പക്ഷെ അതല്ല യഥാർത്ഥത്തിൽ ശരി. We had to dash the meeting because of the heavy rain. Meeting നല്ല മഴയായതുകൊണ്ട് എന്ത് ചെയ്യണം? ക്ലിക്ക് ഓവർ. മീറ്റിംഗ് രണ്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുക. ഒന്ന് മീറ്റിംഗ് സ്റ്റോപ്പ് ചെയ്യാം, അല്ലെങ്കിൽ മീറ്റിംഗ് ക്യാൻസൽ ചെയ്യാം, അല്ലെങ്കിൽ മീറ്റിംഗ് എന്ത് ചെയ്യാം? മാറ്റി വെക്കുക. അപ്പൊ ഇവിടെ ഇങ്ങനെ പറയുന്ന ഏതെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? Take over. ടേക്ക് ഓവർ വരുമല്ലോ.
എന്താണ് ക്യാരി ഓൺ എന്ന് പറഞ്ഞാല്? കണ്ടിന്യൂ ചെയ്യാം. കണ്ടിന്യൂ ചെയ്തോ. അപ്പൊ അതെന്തായാലും വരില്ലല്ലോ. ഈ കോൾ ഓഫ് കേട്ടിട്ടുണ്ടോ? ഓഫ് ചെയ്യാന്നുള്ള കാൾ ഓക്കെ. ബ്രിങ് അപ്പ് എന്ന് പറഞ്ഞാലോ? എന്താ കൊണ്ടുവരുന്നല്ലേ? ആ, കൊണ്ടുവരാന്ന് അത് നമുക്ക് ഡയറക്റ്റ് മീനിങ്. ബ്രിങ് അപ്പ് എന്ന് പറഞ്ഞാൽ പുതിയ ഒരു എന്തെങ്കിലും ഒരു ടോപ്പിക്ക് അല്ലെങ്കിൽ ഒരു ഒരു ഡിസ്കഷൻ അല്ലെങ്കിൽ ഒരാളെ വളർത്തി വലുതാക്കി കൊണ്ടുവരിക, അതിനൊക്കെ നമ്മള് ബ്രിങ് അപ്പ് എന്ന് പറയും. ടേക്ക് ഓവർ എന്ന് പറഞ്ഞാലോ? മാറ്റി വെക്കാന്നുള്ള അല്ല നിർത്തിവെക്കാനല്ലേ? അല്ല, ടേക്ക് ഓവർ അത് കുറെ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. ടേക്ക് ഓവർ എന്ന് പറഞ്ഞാല് ഒരാളുടെ സ്ഥാനത്ത് നിന്ന് മറ്റൊരാൾ അതിന്റെ കൺട്രോൾ എടുക്കുന്നതിനാണ് ടേക്ക് ഓവർ എന്ന് പറയാം. ഒരു കമ്പനിയുടെ ഒരു സിഇഒ ആയിട്ടുള്ള ഒരാൾ നിലവിലുണ്ട്, അയാളെ പുറത്താക്കിയിട്ട് മറ്റൊരാൾ അതിന്റെ സിഇഒ എന്നുള്ള പദവി ടേക്ക് ഓവർ ചെയ്തു എന്ന് പറയും. ഓക്കെ, ഇവിടെ ആൻസർ കോൾ ഓഫ് ആണ്. കോൾ ഓഫ് എന്ന് പറഞ്ഞാല് ക്യാൻസൽ സംതിങ്. ബാക്കിയുള്ള ശ്രദ്ധിക്കുക. ക്യാരി ഓൺ കണ്ടിന്യൂ ആണ്. കണ്ടിന്യൂ ഡൂയിങ് സംതിങ്. ബ്രിങ് അപ്പ് മീൻസ് ടു മെൻഷൻ എ ടോപ്പിക് ഓർ റൈസ് എ ചൈൽഡ്. ടേക്ക് ഓവർ മീൻസ് ടു അസ്യൂം കൺട്രോൾ ഓഫ് സംതിങ്. അടുത്ത നോക്കുക. ഇഫ് ഷീ ഡാഷ് ഹാർഡർ ഷീ വുഡ് ഗെറ്റ് ബെറ്റർ മാർക്ക്. നേരത്തെ പറഞ്ഞ ഇഫ് ക്ലോസിന്റെ ആണ്. ഇത് എത്രാമത്തെ ടൈപ്പ് ആണെന്ന് പറയാം? She had harder. അല്ലേ? ഇത് എത്രാമത്തെ? 1, 2, 3 മൂന്ന് ടൈപ്പ് പറഞ്ഞത്. എത്രാമത്തെ ടൈപ്പ് ആണിത്? രണ്ടാമത്തെ. രണ്ടാമത്തേതാണെങ്കിൽ ഇഫ് ക്ലോസിൽ എന്താ വരിക? സ്റ്റഡീഡ് മതി. harder. ആ, സ്റ്റഡീഡ് മതി, പാസ്റ്റ് ടെൻസ് ആണ്. മൂന്നാമത്തേലാണ് ഹാഡ് സ്റ്റഡീഡ് വരുന്നത്. ഹാഡ് സ്റ്റഡീഡ് വന്നു കഴിഞ്ഞാൽ ഇവിടെ വുഡ് ഹാവ് ഗോട്ട് എന്ന് വരും. ഇവിടെ വുഡ് ഗെറ്റ്, വുഡ് ആണ് വന്നത്. സോ ഇഫ് ഷീ സ്റ്റഡീഡ് ഹാർഡർ എന്നതാണ് ആൻസർ. ക്ലിയർ ആണല്ലോ? അടുത്ത് they were late for the function. They were late for the function. ക്വസ്റ്റ്യൻ ടാഗ് ആണ്. ആരുടെയോ? വേറിന്റെ ഡിഡിന്റെ എന്താണ്, എന്തുകൊണ്ടാണ് ഇവിടെ കൺഫ്യൂഷൻ വരുന്നത്? വേറിൻ്റെത് അല്ലേ? ഓൾറെഡി ഇവിടെ ഒരു ഓക്സിലറി വെർബ് ക്ലിയർ ആയിട്ട് തന്നിട്ടുണ്ട്. എന്താണ്? വേറെ. വേർ അവിടെ ഉണ്ട്. വേറെ. അപ്പൊ വേർ അവിടെ നിലവിലുണ്ട്. പക്ഷെ ക്വസ്റ്റ്യൻ ഇട്ടവർക്ക് അറിയാം ഡിഡ് വെച്ചിട്ട് ചിലപ്പോ ഒരു കൺഫ്യൂഷൻ വരാമെന്ന്. അതിന്റെ ആവശ്യമില്ല. നമുക്കവിടെ ഓക്സിലറി വെർബ് കൃത്യമായിട്ട് പറയുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് ആൻസർ. ഇപ്പൊ ഹാവ് ഹാഡ്, ഹാഡ് ഹാഡ് എന്നൊക്കെ വരും. അപ്പൊ എന്താ നമ്മൾ പറഞ്ഞിട്ടുള്ളത്? അങ്ങനെ വന്നാൽ ഹാവ് ഹാഡ് എന്ന് വരികയാണെങ്കിൽ എന്താണ് അവിടുത്തെ ഓക്സിലറി വെർബ്? ഹാഡല്ലേ വരിക? അല്ല, ആദ്യമായിരിക്കും ഓക്സിലറി വെർബ് വരിക. ഹാവ് ഹാഡ് ആണെങ്കിൽ ഹാവ് ആണ് ഓക്സിലറി വെർബ്. എപ്പോഴും ശ്രദ്ധിക്കുക, അവിടെ ഹാഡ് മെയിൻ വെർബ് ആയിട്ടാണ് വരുന്നത്. ഫസ്റ്റത്തെ പരിഗണിക്കണ്ട. യെസ്, എപ്പോഴും ഫസ്റ്റിലത്തെയാണ് പരിഗണിക്കേണ്ടത്. ഓക്കെ. ആം ആറിന്റെ വരുമല്ലോ സാറാ? അതെ അതെ, ആമിന്റ് എന്ന് പറയില്ല, പകരം ആറിന്റെ പറയുള്ളൂ. അത് മാത്രമേ ഉള്ളൂ അതിൽ ശ്രദ്ധിക്കാൻ. ലെറ്റസ് എന്ന് വന്നു കഴിഞ്ഞാൽ എന്താ പറയണ്ടേ? ഷാൾ. ഷാളല്ല, ഷാൾ മാത്രമല്ല, ഷാളിന്റെ കൂടെ ഒന്നും കൂടെ ഉണ്ട്. ഷാൾ ബി. യെസ്, ഷാൾ ബി. അത് മാത്രം മറക്കാറില്ല. ഓക്കെ, ശരി. അടുത്ത് നോക്ക. ദി കീസ് ആർ ഡാഷ് ദി ടേബിൾ ഡ്രോയർ. പ്രപ്പോസിഷൻ ആണ്. താക്കോൽ. ഈ ടേബിൾ ഡ്രോയർ എവിടെന്ന് അറിയാലേ? Inside the table. യെസ്. ടേബിൾ ഡ്രോയർ ആയതുകൊണ്ട് ഇൻസൈഡ് വരും.
Okay. He bought dash umbrella because it was raining. Beard and An umbrella. D. Okay, ഇവിടെ ശ്രദ്ധിക്കേണ്ട എന്താ? യു വന്നതുകൊണ്ടാണോ? അല്ല കാരണം എന്നാ വരുന്നത്. അപ്പൊ ഇതൊരു വവ്വൽ സൗണ്ട് ആണ് വരുന്നത്. വവ്വൽ ആയതുകൊണ്ടല്ല, വവ്വൽ സൗണ്ട്. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം, വവ്വൽ എന്നാണല്ലേ നോക്കുക, വവ്വൽ സൗണ്ട് ആണോ നോക്കുക. ഇവിടെ വവ്വൽ സൗണ്ട് വരൂലല്ലോ സാറേ അല്ലെ? യുക്ക് വരൂലല്ലോ. ഇല്ല AEIOU എന്നാണ് നമ്മൾ പറയാ. ഇവിടെ യു വരുന്നുണ്ട്, അതുകൊണ്ട് അംബർല. പക്ഷെ യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോ അവിടെ വരൂലല്ലോ. വരില്ല. ഇല്ലല്ലോ. അവിടെ നമ്മൾ പ്രൊണൗൺസിയേഷൻ ആണ് നോക്കുന്നത് എന്നൊന്നും കൂടി സൂചിപ്പിച്ചതാ. ഓക്കെ, ഇവിടെ ആൻഡ് കറക്റ്റ് ആയിട്ട് വരും. അടുത്തത് ചൂസ് പാസീവ് ഫോം ഫ്രം ദി സെന്റൻസ്. My bicycle Someone stole my bicycle. അത് പാസീവ് ആക്കുന്ന എങ്ങനെയാണ്? My bicycle stolen. ബൈസിക്കിൾ Stolen by my my bicycle was stolen. B. ഓക്കെ, ഇതെങ്ങനെ നമ്മൾ നോക്കുക? നമ്മുടെ തൊട്ട് മുന്നത്തെ ടെൻസിലേക്ക് പോകണം. സ്റ്റോൾ ആണെങ്കിൽ Stolen. was stolen. അതിന്റെ തൊട്ട് മുന്നേ എപ്പോഴും B3 ഫോം ആയിരിക്കും വരിക. അത് ശ്രദ്ധിക്കണം. പാസീവ് വോയിസ് ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസ് ആക്കുമ്പോൾ എപ്പോഴും B3 ഫോം ആയിരിക്കും ഉണ്ടാവുക. ഈ രണ്ട് കാര്യം നോക്കിയാൽ മതി. B3 ഫോം ആയിരിക്കും ഉണ്ടാവുക എന്നുള്ള ഒന്നും ടെൻസ് മാറില്ല എന്ന് പറയാറുണ്ട്. എങ്ങനെ നമ്മൾത്തല്ലേ? ഓക്കെ, അപ്പൊ ആൻസർ മൈ ബൈസൈക്കിൾ വാസ് Stolen. stolen. അടുത്ത നോക്കാം. ദി ടീച്ചർ സെഡ് ദി എർത്ത് റിവോൾവ്സ് അറൗണ്ട് ദി സൺ. ഇതിന് എന്ത് ചെയ്യണം? റിപ്പോർട്ട് ചെയ്യണം. ഏതാണ് കറക്റ്റ്? ദി ടീച്ചർ സെഡ് ദാറ്റ് The earth revolves around the sun. B അല്ലേ? The teacher said that the earth revolves around the sun. ഓക്കെ, സിമ്പിൾ ആണ്. ദി ടീച്ചർ സെഡ് ദാറ്റ് ദി എർത്ത് റിവോൾവ്സ് അറൗണ്ട് ദി സൺ. അത് നമ്മള് വേറെ ഒന്നും മാറ്റാൻ കഴിയില്ല. ഇതൊരു യൂണിവേഴ്സൽ ട്രൂത്ത് ആയതുകൊണ്ട് എർത്ത് ഹാർഡ് റിവോൾവ്ഡ് എന്നോ വാസ് റിവോൾവിംഗ് എന്നോ ഒന്നും ഇവിടെ തിരിക്കാൻ എന്ത് ചെയ്യില്ല, കഴിയില്ല. അടുത്തത് ദ ഇഡിയം വൺസ് ഇൻ എ ബ്ലൂ മീൻസ്. വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്ന് പറഞ്ഞാൽ എന്താണ്? Rarely. Rarely. Rarely എന്നല്ലേ? റെയർലി എന്നാണ്. ബ്ലൂ മൂൺ എന്ന് കേട്ടിട്ടുണ്ടോ? ബ്ലൂ മൂൺ കൊല്ലത്തിലൊരിക്കൽ വരുന്ന പരിപാടിയല്ലേ? അതുകൊണ്ട് ഇങ്ങനെ പറയാന്നല്ലേ? കൊല്ലത്തിലൊരിക്കലല്ല, ഏകദേശം അതെ 3 വർഷം കൊണ്ട് ആണെന്ന് തോന്നുന്നു. അതെ. അപ്പൊ ഒരു വളരെ റെയർ ആയിട്ടുള്ള ഒരു സംഭവമാണ്. അതുകൊണ്ട് റെയർ ആയിട്ട് നടക്കുന്ന കാര്യങ്ങൾ സൂചിപ്പിക്കാൻ ബ്ലൂ മൂൺ ഉപയോഗിക്കും. സോ റെയർലി ഇസ് ദി കറക്റ്റ് ആൻസർ. യെസ്, എ ഡാഷ് ഓഫ് വൂഡ്സ് വാസ് സീൻ ഇൻ ദി ഫോറസ്റ്റ്. വൂഡ്സിന്റെ കൂട്ടം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. Troop. വേട്ടയാടുന്ന കുറുക്കന്മാർ, ഫോക്സ്, വൂഡ്സ്, ഡോഗ്സ്, അതിനൊക്കെ നമ്മള് എന്താ പറയാ? ഹെർഡ്. പാക്ക് എന്നുണ്ടാ പറയാ, പാക്ക്. ഫ്ലോക്ക് പക്ഷികൾ ഒക്കെയാണ് ഫ്ലോക്ക്. ഹെർഡ് എന്ന് പറഞ്ഞാൽ മേഞ്ഞ് നടക്കുന്ന ജീവികൾ, കന്നുകാലി, ആന, അതിനൊക്കെയാണ് നമ്മൾ ഹെർഡ് എന്ന് പറയാം. ട്രൂപ്പ് എന്ന് പറഞ്ഞാല് ആൻഡിന് പറയാം. മാർച്ച് ചെയ്ത് പോകുന്ന ആളുകളെയൊക്കെ നമ്മൾ ട്രൂപ്പ് എന്ന് പറയാം. പട്ടാളക്കാർ, സൈന്യം. അതുപോലെ ആൻഡ് ഉറുമ്പൊക്കെ മാർച്ച് ചെയ്താ പോവാ. തോന്നുന്നല്ലോ ഫ്ലോക്ക് എന്ന് പറഞ്ഞാൽ ബേർഡ്സാ? ഫ്ലോക്ക് ബേർഡ്സ് ആണ്. ഗ്രൂപ്പ് ഓഫ് ബേർഡ്സ്. ഹെർഡ് ഷീപ്പോ? ഹെർഡ് ഷീപ്പ് ആവാം, എലിഫന്റ് ആവാം, അങ്ങനെ മേഞ്ഞ് നടക്കുന്ന ജീവികൾ. കാറ്റിൽ
ഷീപ്പാവ ഗോട്ടാവ എന്തോ. പാക്ക് എന്ന് പറഞ്ഞാൽ കുറുക്കന്റെ വർഗത്തിൽപ്പെട്ട കുറുക്കൻ, കനൈൻ എന്ന് പറയും. ക്യാനിസ് വർഗത്തിൽപ്പെട്ട. വന്യജീവികൾക്കൊക്കെ അങ്ങനെ പറയാ. വന്യജീവിക്കല്ല, കുറുക്കൻ, പിന്നെ നായ, അതുപോലെയുള്ള ജീവികളില്ലേ, അതിനൊക്കെ പാക്ക് എന്ന് പറയും. Which word is a homophone of C? സിയുടെ ഹോമോഫോൺ ഏതാ? എന്താണ് ഹോമോഫോൺ? ഫോൺ എന്ന് പറയുന്നത് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ്? ശബ്ദവുമായി ബന്ധപ്പെട്ടു. അതെ, അല്ലേ സാറേ? ഓപ്ഷൻ എ ആണ്. അതായത് സി എന്ന് പറയുന്ന വേർഡിന്റെ സിയുടെ അതേ സൗണ്ട് വരുന്നതിനാണ് ഹോമോഫോൺ എന്ന് പറയുന്നത്. ഓപ്ഷൻ എ ആണ് correct answer. ഇവിടെ എഡ്യൂക്കേഷൻ ഹാസ് ഡാഷ് സിലബിൾസ്. എഡ്യൂക്കേഷനിൽ എത്ര സിലബിൾ ഉണ്ട്? 3. 3 എല്ലാവർക്കും 3 തന്നെ അഭിപ്രായം? 4. സൈക്കോളജിയിൽ 3 വായിച്ച പോലെ സംശയം. സൈക്കോളജിയിൽ അതായത് സിലബിൾ എന്ന് പറഞ്ഞാൽ ഒരു വവൽ സൗണ്ട് അല്ലെങ്കിൽ അതുമായി അനുബന്ധമായ കൺസണന്റ് സൗണ്ട്, ഇത് ചേർന്ന് വരുന്ന ഒരു യൂണിറ്റിനാണ് നമ്മൾ യൂണിറ്റ് ഓഫ് പ്രൊനൗൺസിയേഷൻ ആണ് സിലബിൾ എന്ന് പറയാം. ഇവിടെ എത്ര വവൽ സൗണ്ട് ഉണ്ട്? 1 2 3 4 അല്ലേ? 4 ഉണ്ട്. ഒന്ന് എഡ്, ഉം. യു, യു. കെ എന്ന് പറഞ്ഞാൽ എ, ഷ എന്ന് പറയുന്ന എ വരുന്നത്. 3 വവൽ സൗണ്ട് ഉണ്ട്. അപ്പം എയ്റ്റ് ജു കെ ഷൻ, 8 ജു കെ ഷൻ, 4. ഞാൻ പറഞ്ഞു നോക്കാം, ഏറെക്കുറെ ശരിയാവും. കറക്റ്റ് പ്രൊണൗൺസിയേഷൻ ആണ് പറയുന്നത്. ചൂസ് കറക്റ്റ് പ്രപ്പോസിഷൻ. കറക്റ്റ് പ്രപ്പോസിഷൻ ചൂസ് ചെയ്യാം. The train arrived dash the station on time. നമ്മൾ ഒരുപാട് ആലോചിച്ച് അറിവ് എപ്പോഴും അറ്റാണ്. ഒരു എങ്ങനെ അറിവ് നോർമലി അറിവിന്റെ കൂടെ ഇന്നും അറ്റാണ് വരിക. അറിവ് ഇന്ന് പറയാം, അറിവ് അറ്റ. അറിവ് ഇന്ന് പറയണമെങ്കിൽ ഒരു സിറ്റി, രാജ്യം, അങ്ങനെയുള്ള കുറച്ചും കൂടി. ഇപ്പൊ ലണ്ടൻ ഒക്കെയാണ് ദി ട്രെയിൻ അറൈവ്ഡ് അറ്റ് ലണ്ടൻ എന്നല്ല പറയാം, ഇൻ ലണ്ടൻ എന്ന് പറയാം. പക്ഷെ ഇതുപോലെ ബിൽഡിംഗ് ഒക്കെയാണ് ഒരു പോയിന്റ്, ലൊക്കേഷൻ, സ്റ്റേഷൻ, എയർപോർട്ട്, ഡോർ, ഇതിനൊക്കെ അറൈവ്ഡ് അറ്റ് ദി ഡോർ, അറൈവ്ഡ് അറ്റ് ദി എയർപോർട്ട്, അറ്റ് ദി സ്റ്റേഷൻ എന്നാ പറയാം. സ്ഥലങ്ങൾ, സിറ്റീസ്, കൺട്രീസ്, അതുപോലെ തന്നെ എൻക്ലോസ് സ്പേസസ് ആണെങ്കിൽ അറൈവ്ഡ് ഇൻ എന്ന് പറയും. ഇത് രണ്ടും നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഇതിൽ അതേ ഉള്ളൂ. അടുത്ത, if they had informed us earlier, we dashed the problem. if they would have solved now. ഓക്കെ, ഇത് നമ്മള് 3 കേസാണ് പറഞ്ഞത്. അതിൽ എത്രാമത്തെ കേസാണ് വരിക? സെക്കൻഡ് അല്ല, സെക്കൻഡില് പാസ്റ്റ് ടെൻസ് അല്ലേ. ഇവിടെ ഹാഡ് വന്നില്ലേ, ഇഫിന്റെ കൂടെ ഹാഡ് വന്നു. അപ്പൊ അപ്പുറത്ത് എന്ത് വരണം? ഇവിടെ ഹാഡ് വന്നു, അപ്പുറത്ത് എന്ത് വരണം? അവിടെ ഹാവ് വരണം. അപ്പുറത്ത് ഹാവ് വന്നാൽ ഇപ്പുറത്ത് ഹാഡ് വരണം. തിരിച്ചും വരാം കേട്ടോ. ഇഫ് ക്ലോസ് രണ്ടാമതും മെയിൻ ക്ലോസ് ആദ്യം വരാം. വി ഡാഷ് ദി പ്രോബ്ലം ഇഫ് ദേ ഹാഡ് ഇൻഫോംഡ് us earlier എന്നും വരാം. എങ്ങനെ വന്നാലും
ഒരു സൈഡിൽ ഹാർഡ് ആണെങ്കിൽ അപ്പുറത്ത് ഹാവ് ആണ്. ഒരു സൈഡിൽ ഹാവ് ആണെങ്കിൽ അപ്പുറത്ത് ഹാർഡ് വരണം. സോ വുഡ് ഹാവ് സോൾഡ്. ഓപ്ഷൻ സി ആണ് വരുന്നത്. ഇഫിനൊപ്പം പാസ്റ്റ് പെർഫെക്റ്റ് അല്ലേ? പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ എങ്ങനെ വരിക? ഇഫ് ദേ പാസ്റ്റ് ആണെങ്കിൽ എങ്ങനെ വരിക? solved, ഹാർഡ് പോവും. പാസ്റ്റ് പെർഫെക്റ്റ് ആണെങ്കിൽ ഹാർഡ് വരുള്ളൂ. അല്ലെങ്കിൽ ഇഫ് ദേ ഇൻഫോംഡ് us earlier we എന്താ പറയാ? വി solved, had, വുഡ് ഒന്നും വേണ്ടേ. If they informed us earlier, we would solve the problem. Okay. The first form ആണ് സിമ്പിൾ പ്രസന്റ് ആണ് വരികയാണെങ്കിലോ if they inform us earlier we വരും. സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ എന്താ വരിക? അതിന് മുമ്പ് ഒരു വില്ല് വരണം. വില്ല് എപ്പോഴും വില്ല് അല്ലെങ്കിൽ വുഡ് അല്ലെങ്കിൽ അതുപോലെയുള്ള ഓക്സിലറി വെർബ്സ് ഫോർ ദി കണ്ടീഷണൽ ഓക്സിലറി വെർബ്സ് നമ്മൾ പറയുന്നുണ്ട് അതിന്. അത് വേണം. വി വിൽ സോൾവ് ദി പ്രോബ്ലം, അത് ഒന്നാമത്തെ കേസ്. വി വുഡ് സോൾവ് ദി പ്രോബ്ലം രണ്ടാമത്തെ കേസ്. വുഡ് ഹാവ് സോൾവ് ദി പ്രോബ്ലം. അല്ല, സിമ്പിൾ പ്രസന്റ് പറഞ്ഞാൽ പിന്നെ അത് യൂണിവേഴ്സൽ ട്രൂത്ത് ആവൂലേ എന്തായാലും അല്ലേ? സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ വില്ല്, ഫാസ്റ്റ് ആണെങ്കിൽ വുഡ്, പാസ്റ്റ് പെർഫെക്റ്റ് ആണെങ്കിൽ വുഡ് ഹാവ്. ഇത് നമ്മൾ മൂന്നാമത്തെ ചോദ്യം ചോദിക്കുന്നത്. let him, Let him do the work himself. Let him do the work himself. Will you? Yes. Let us ആണെങ്കിൽ ഷോൾ ബി ആണ്. Let him അല്ലെങ്കിൽ മറ്റ് ആരെങ്കിലും അവരെ ജോലി ചെയ്തോട്ടെ, ചെയ്യാൻ നീ അനുവദിക്കൂ. Will you, നീ അനുവദിക്കില്ലേ എന്നാണ് വരുന്നത്. Let him do the work himself. Will you? അടുത്ത് ഇതിന്റെ പകരം വോണ്ടൊന്നും ഉപയോഗിക്കൂലേ അങ്ങനെ വരുമ്പോ അല്ലേ? ഒക്കേഷണലായിട്ട് പറയാം. Use it passive voice. They are decorating the hall. the hall was decorated, The Decorating hall ing is ആണ്. being decorated. Okay, ing form of the continuation വരണം. The hall is being decorated ആണ്. The phrase hit the nail on the head. Hit the nail on the head എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് to do carpentry work, to speak exactly right, to make a mistake, to damage something. ബി ടു സ്പീക്ക് എക്സാക്ട്ലി റൈറ്റ്. അതെ, നെയിൽ എന്ന് പറഞ്ഞാൽ എന്താ? നഖം, നെയിൽ എന്ന് പറഞ്ഞാല് ആണി. ആണിയുടെ തലയ്ക്ക് തന്നെ അടിക്കണം, എങ്കിലേ ആണി എളുപ്പമുള്ളൂ. അപ്പൊ കറക്റ്റ് എക്സാക്ട്ലി റൈറ്റ് ആണ്. ടു സ്പീക്ക് എക്സാക്ട്ലി റൈറ്റ്. Which word has the stress on the second syllable? ഏത് വേർഡിനാണ് രണ്ടാമത്തെ സിലബിളിൽ സ്ട്രെസ് ഉള്ളത്? teacher, garden, hostel, mother. ഒന്ന് പറഞ്ഞു നോക്കിയേ, പ്രൊനൗൺസ് ചെയ്ത് നോക്ക്. ടീച്ചർ അല്ലേ? ടീച്ചർ എങ്ങനെ പറയാ? ഇവിടെ സിലബിൾ ഏതാ? ടീച്ചറിൽ എത്ര സിലബിൾ ഉണ്ട്? മൂന്നെണ്ണം. സെക്കൻഡിനല്ല ചോദിച്ചത്.
ടീച്ചറിലെ 2 സിലബിൾ ആണ്. ഹോട്ടലായിരിക്കും അല്ലേ? ഒന്ന് ടീച്ച്, 2 അപ്പൊ സെക്കൻഡ് സിലബിളിലാണ് സ്ട്രെസ് വേണ്ടത്. അപ്പൊ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു നമ്മുടെ ഷെഡ് എന്നൊക്കെ പറയുന്ന പോലെ ഒരു ചെറിയൊരു ഷെഡ് അവിടെ വരും, കട്ടി വരും. അതെ, ഹോട്ടലിൽ അങ്ങനെ വരുന്നുണ്ട്. അപ്പൊ ടീച്ച് എന്ന് പറയില്ല, ഗാർഡൻ എന്ന് പറയില്ല. എന്താ ഹോട്ടൽ എന്നാണോ പറയേണ്ടത്? എന്താ അതിന്റെ പ്രൊണൗൺസിയേഷൻ? ഈ സിലബിളിൽ സ്ട്രെസ് പറഞ്ഞ എന്താ ഉദ്ദേശം? One mouth utterance. നമ്മുടെ ഹോട്ടലിൽ വരുമ്പോ ഹോട്ടൽ എന്നല്ലേ വരുള്ളൂ. വവൽ ലെറ്റേഴ്സ് ഇതിലുണ്ടാവുന്നു സാർ, അങ്ങനെയാന്ന് പറയുന്നത്. ഒരാള് ഡൗട്ട് ചോദിച്ചല്ലോ, ഒരു സാറ് ഡൗട്ട് ചോദിച്ചിട്ടുണ്ട് സാറ്. ഓക്കെ, അപ്പോ ഇതില് നമ്മൾ സിലബിൾ എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞു, ഡിസ്കസ് ചെയ്തിരുന്നു. സിലബിൾ ഒരു വവൽ സൗണ്ട് ചേർന്ന് വരുന്ന ഒരു യൂണിറ്റ് ഓഫ് പ്രൊണൗൺസിയേഷൻ ആണ് നമ്മൾ സിലബിൾ എന്ന് പറയാം. ഒരു വവൽ സൗണ്ടാ നോക്കുക. വവൽ സൗണ്ടിന്റെ കൂടെ കൺസണന്റ് സൗണ്ട് ഉണ്ടാകാം, ഉണ്ടാകാതിരിക്കാം. ടീച്ചർ എന്ന് പറയുന്നിടത്ത് ഒരു ടി എന്ന് പറയുന്ന ഒരു ഇ വവൽ സൗണ്ടും എന്ന് പറഞ്ഞ വവൽ സൗണ്ടാണ് ഉള്ളത്. ഇപ്പൊ 2 സിലബിൾ. ഓക്കെ, വാട്ടർ എത്ര സിലബിൾ ഉണ്ട്? വാട്ടർ, വാട്ടർ, 3, ഗാർഡൻ 4. വാട്ടർ 3. വാട്ടർ 2. 2 ഉള്ളൂ. വാട്ടർ. പിന്നെ എവിടെ നിന്നാണ് ഈ 4, 3 കിട്ടുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അതായത് നമ്മൾ വവൽ സൗണ്ടിന്റെ കൂടെ കൺസൺ ചേർന്ന് വരാൻ ചേർന്നായിരിക്കും. വവൽ സൗണ്ടിനെയാണ് നമ്മൾ നോക്കേണ്ടത്. ഗാർഡൻ എത്ര സിലബിൾ ഉണ്ട്? 2 ഉള്ളൂ. ഗാർഡൻ. ഹോട്ടൽ 2 അപ്പൊ രണ്ടാമത്തെ ഹോട്ടൽ അവിടെയാണ് അവിടെ നമുക്ക് സ്ട്രെസ് ഉണ്ട്. മദർ അല്ലെങ്കിൽ മദർ. എന്തായാലും 2 വവൽ സൗണ്ടേ ഉള്ളൂ. ഹോട്ടലില് സ്ട്രെസ് എന്താണ് സാറേ? ഹോട്ടൽ ടേൽ എന്ന് പറഞ്ഞ ടീയില് ഒരു സ്ട്രെസ് വരും. നമ്മൾ ഹോട്ടൽ എന്നല്ല പറയേണ്ടത്, ഹോട്ടൽ. ടീച്ചർ, ഗാർഡൻ, മദർ. പക്ഷെ ഹോട്ടൽ എന്ന് പറയുമ്പോ അവിടെ ഒരു നമ്മൾ 2 ടി പറയും. നിങ്ങള് മലയാളത്തിൽ എങ്ങനെ ഹോട്ടലിന് എഴുതാ? 2 ഇട്ടാലേ ഇടുന്ന ഇട്ട. 2 ഉണ്ടാവും. അത് ഹോട്ടൽ എന്നല്ല, ഹോട്ടൽ 2 ഇട്ടാണ് അവിടെ ഇടുന്നത്. അതെന്തുകൊണ്ടാണ്? പ്രൊണൗൺസിയേഷനിൽ അവിടെ സ്ട്രെസ് ഉള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഹോട്ടലിന് ഇട്ടാ പോരെ. ഓക്കെ, അപ്പൊ ഹോട്ടൽ എന്നുള്ളതാണ് ആൻസർ. ഇവിടെ 2ാമത്തെ സിലബിളിൽ സ്ട്രെസ് വരും. ക്ലിയർ ആണല്ലോ? ചൂസ് ദി കറക്റ്റ് കണ്ടീഷണൽ സെന്റൻസ്. ഇഫ് യു ഹീറ്റ് ഐസ് ഇറ്റ് ഡാഷ്. പറഞ്ഞു നമ്മൾ കുറെ ആയിട്ട് കണ്ടീഷണൽ പറയുന്നുണ്ട്, ഇനി തെറ്റിക്കാൻ പാടില്ല. സി ആണ്, വിൽ മെൽറ്റ്. എവിടുന്നാണ്? ഓക്കെ, വില്ല് ശരിയാണ്. സി വിൽ മെൽറ്റ് അല്ലേ? വില്ല് വേണ്ടേ? വില്ലോ വുഡോ വേണ്ടേ? അങ്ങനെ ബി വരാ. അതായത് മെയിൻ ക്ലോസിനൂടെ എപ്പോഴും വില്ല് അല്ലെങ്കിൽ വുഡ് വേണം. അല്ലെങ്കിൽ വില്ല് ക്യാൻ, മേ, ഷോൾ, അങ്ങനെ. ഇത് 0 കണ്ടീഷൻ സെന്റൻസ് അല്ലേ? അങ്ങനെ 0 കണ്ടീഷനിലാവുക. അല്ലേ? കണ്ടീഷൻ എന്ന് പറയുമ്പോ തന്നെ സിമ്പിൾ പ്രസന്റ് സിമ്പിൾ അല്ലേ വന്നേ? അതായത് നമ്മൾ കണ്ടീഷണൽ എന്ന് പറഞ്ഞാൽ തന്നെ കണ്ടീഷണൽ എന്ന് പറയുമ്പോ അതിനകത്ത് എന്ത് വേണം? ഫ്യൂച്ചർ വേണം. ഒരു വിൽ അല്ലെങ്കിൽ വിൽ
ഷോൾ സർ അങ്ങനെ എന്തെങ്കിലും വേണം. ഭയങ്കര നോയ്സ് വരുന്നു സർ. നമ്മൾ സംസാരിക്കുമ്പോൾ മാത്രം ഓണാക്കിയാൽ മതി. ഓക്കെ, പിന്നെ നമ്മള് ഒരു എന്താ പറയാ, ഒരു പ്രാപഞ്ചിക യാഥാർത്ഥ്യം പറയാ എന്നുള്ള രീതിയിൽ ഇത് കണ്ടീഷൻ അല്ലാതെ പറയാം. ഇഫ് യു ഹീറ്റ് ഐസ് ഇറ്റ് മെൽറ്റ്സ് എന്ന് വേണമെങ്കിൽ പറയാം. എന്ന് വെച്ചാൽ ഇപ്പൊ സൂര്യൻ ഉദിക്കുന്നു എന്നൊക്കെ പറയുന്ന പോലെ ഒരു നാച്ചുറൽ ട്രൂത്ത് ആയതുകൊണ്ട് അങ്ങനെ പറയാം വേണമെങ്കിൽ. പക്ഷെ ഇവിടെ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മളായിട്ട് ചെയ്യുന്നൊരു വർക്കാണ്. നമ്മൾ ഐസ് ഹീറ്റ് ചെയ്യാണ്. അപ്പൊ എന്ത് ചെയ്യും, ഇറ്റ് വിൽ മെൽറ്റ് ആണ്. ശരി എന്നാണ് എൻ്റെ ഒരു മെൽസ്. ജസ്റ്റ് സിമ്പിൾ ആയിട്ട് മെൽസ് പറയാം. എന്താ പറയാ, ഇവ രണ്ടെഴുതിയാലും ശരി കേട്ടോ. കിട്ടേണ്ടതാണ്. അങ്ങനെ പറയും, സിമ്പിൾ പ്രസന്റ് ആക്കി പറയും. അങ്ങനെ മെൽറ്റ് എന്നും പറയും, മെൽറ്റ്സ് എന്നും പറയും. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ രണ്ട് ഉത്തരങ്ങൾ വന്നുകൊണ്ട് വരാൻ പറ്റുവാ? രണ്ടുത്തരം വന്നാൽ നമുക്ക് മാർക്ക് കിട്ടും. മാർക്ക് കിട്ടും, രണ്ടിന്റെ മാർക്ക് കിട്ടും. അങ്ങനെയാണ് നോർമലി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ടാഗ്, കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ ടാഗ്. നോബഡി കോൾഡ് മീ. ഇവിടെ ഓക്സിലറി വെർബ് ഇല്ല. അപ്പൊ നമ്മൾ കണ്ടുപിടിക്കണം. വെർബിനുള്ളിലായിരിക്കും ഓക്സിലറി വെർബ് ഉണ്ടാവുക. ഇവിടുത്തെ വെർബ് എന്താണ്? കോൾഡ്. കോൾഡിനുള്ളിൽ എന്തുണ്ടാവും? ഡിഡ് ഉണ്ട്. ഓക്കെ, ഇപ്പൊ എന്താ വരിക? നോബഡി നെഗറ്റീവ് അല്ലേ? നോബഡി നെഗറ്റീവ് ആണ്. അപ്പൊ ഡിഡ് ഹി. ഹി ആണോ? അല്ലേ? ഡിഡ് ദേ എന്നാണ് വരിക. നോബഡി കോൾഡ് മീ, ഡിഡ് ദേ എന്നാണ് വരിക. ഡിഡ് ഹി അങ്ങനെ വരൂല സാറേ. ഇല്ല, നോബഡി എന്ന് പറഞ്ഞാല് ഒരാളല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്, ആരും. അല്ല, അങ്ങനെ വരുമല്ലോ അല്ലെ? അങ്ങനെ വന്നാല് ഇതിനല്ല, വേറെ ക്വസ്റ്റ്യൻ അങ്ങനെ ഉണ്ടെങ്കിൽ വരും വരും. നോബഡിയുടെ കൂടെ. ഓക്കെ ഫൈൻ. അടുത്ത നോക്കാം. ചൂസ് ദി കറക്റ്റ്. അതെ, നോബഡി സംബഡി എന്നൊക്കെ എനിക്ക് ഉപയോഗിക്കുന്നു. ചില കേസസിൽ സിംഗിൾ ആയിട്ട് പറയാറ്. അങ്ങനെ ദേന്നുള്ള ഉപയോഗിക്കലുണ്ട് നോബഡി സംബഡി. നമ്മള് പിന്നെ ക്വസ്റ്റ്യൻ ടാഗിൽ ദേന്ന് ഉപയോഗിക്കും. അങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്. അതാണ് കറക്റ്റ്. ഓക്കെ, നോക്കാം. ചൂസ് ദി പ്രൊപ്പോസൽ. ദി പ്രിൻസിപ്പൽ കൺഗ്രാറ്റുലേറ്റഡ് ദി സ്റ്റുഡൻസ് ഡാഷ് their excellent performance. The principal congratulated the students on their excellent performance. ഫോർ ദെയർ അല്ലേ? ഓൺ ആണ് വരിക. കൺഗ്രാറ്റുലേറ്റഡ് സ്റ്റുഡൻസ് ഓൺ their. ഫോർ നമുക്കൊരു കൺഫ്യൂഷൻ വരാം, എന്നാല് കറക്റ്റ് ഓൺ ആണ്. അടുത്ത fill in the blanks. He wants to become dash university professor. യൂണിവേഴ്സിറ്റി പ്രൊഫസർ. പ്രൊനൗൺസിയേഷൻ നോക്കും. യൂണിവേഴ്സിറ്റി യു ആണ്. യു Become വവൽ സൗണ്ട് വരുന്നില്ല. എ വരുള്ളൂ. വവൽ സൗണ്ട് വരുന്നില്ല. വരാത്തത് സാറേ? എങ്ങനെ വരാത്തത്? ഇതാന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ട് കാര്യം പറയണം. നേരത്തെ പറഞ്ഞതുമായിട്ട് കണക്ട് ചെയ്തിട്ടോ, അല്ലെങ്കിൽ നമുക്കറിയാവുന്ന. ഇപ്പം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്നാ പറയുന്നതെങ്കിൽ എന്ത് വരും? ഇത് നെക്കിറയാണ്. ഷി വാണ്ട്സ് ടു ബിക്കം ദി പ്രൊഫസർ ഓഫ് ദി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്ന് പറയാം. അവിടെയും എ പ്രൊഫസർ എന്ന് പറയാൻ പറ്റുള്ളൂ, കാരണം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഒരു പ്രൊഫസർ ആവുക, അങ്ങനെ പറയാൻ പറ്റും. അല്ലെങ്കിൽ മുന്നേ എന്ത് ചെയ്യണം? an apple a university അങ്ങനെയല്ല ഇപ്പൊ ശരിക്ക്. അപ്പൊ അതെന്താ വ്യത്യാസം? ഇവിടെ പ്രൊനൗൺസിയേഷൻ നോക്കുക. യൂണിവേഴ്സിറ്റി യാ എന്നുള്ള വേർഡ് ലെറ്റർ കൊണ്ടാ തുടങ്ങുന്നത്. യൂണിവേഴ്സിറ്റി. അതുകൊണ്ട് എ പറയുന്നുള്ളൂ. ശരി ശരി. ആൻ അംബ്രല്ല, ആൻ അവർ, അതൊക്കെ പ്രശ്നമല്ല. HOUR എഴുതുന്നത് HOUR എന്നാണെങ്കിൽ H സൈലന്റാ. അവിടെ ഹവർ എന്നല്ല പറയണ്ട, അവർ എന്നാ പറയാം. അപ്പൊ ആനാ പറയണ്ടത്. ആൻ അവർ, 1 മണിക്കൂർ. ആൻ അവർ.
അപ്പൊ നമ്മൾ എന്താണോ പ്രൊണൗൺസിയേഷൻ അതാണ്. ഓക്കെ, അറ്റ് ദ പാസീവ് ഫോം ഓഫ് ദി സെന്റൻസ് സംവൺ ഹാസ് ക്ലീൻ ദി ക്ലാസ് റൂം. എളുപ്പമാണ്. ഹാസ് എന്തായി മാറും? ഇത് സി അല്ലേ വരിക? സി ആണ്. ദി ക്ലാസ് റൂം ഹാസ് ബീൻ ക്ലീൻഡ്. വളരെ സിമ്പിൾ ആണ്. ഹാസ് ക്ലീൻഡ് എന്നുള്ള ഹാസ് ബീൻ ക്ലീൻഡ് ആവും. എപ്പോഴും ക്ലീൻഡ് ആയിരിക്കും വരിക. രാഹുൽ സെഡ് ഐ ഫിനിഷ് ദി അസൈൻമെന്റ് യെസ്റ്റർഡേ. ഫിനിഷ്ഡ് എന്നുള്ളത് എന്തായി മാറും? തൊട്ട് മുന്നത്തെ ടെൻസിലേക്ക് പോകും. ഫിനിഷ്ഡ് എന്തായി മാറും? ഹാഡ് ഫിനിഷ്ഡ് ആയിട്ട് മാറും. തൊട്ട് മുന്നത്തെ ടെൻസിലേക്ക് പോകും. രാഹുൽ സെഡ് ദാറ്റ് ഹി ഹാഡ് ഫിനിഷ്ഡ്. യെസ്റ്റർഡേ എന്തായിട്ട് മാറും? ദി പ്രീവിയസ് ഡേ ആയിട്ട് മാറും. ബേൺ ദി മിഡ് നൈറ്റ് ഓയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ബേൺ ദി മിഡ് നൈറ്റ് ഓയിൽ. സ്റ്റേ awake late working hours. ബേൺ ദി മിഡ് നൈറ്റ് ഓയിൽ എന്ന് വെച്ചാൽ രാത്രി നൈറ്റിലെ ഓയിൽ കത്തിക്കുക എന്ന് വെച്ചാൽ വിളക്ക് കത്തിച്ചിരിക്കുക. മീൻസ് സ്റ്റേ awake late working or studying എന്നാണ്. അടുത്ത എ ഡാഷ് ഓഫ് മ്യൂസിഷ്യൻസ് പെർഫോംഡ് അറ്റ് ദി കൾച്ചറൽ ഫെസ്റ്റിവൽ. മ്യൂസിഷ്യന്മാരുടെ കൂട്ടത്തിന് എന്താ പറയാ? കളക്റ്റീവ് ആണ്. സി. മ്യൂസിഷ്യന്മാരുടെ കൂട്ടത്തിന് എന്താ പറയാ? ബാൻഡ്. ഗായകന്മാരുടെ കൂട്ടത്തിനാണ് കൊയർ എന്ന് പറയാം. പാട്ട് പാടുന്നവരുടെ കൂട്ടം. ഇത് മ്യൂസീഷ്യൻസ്, സംഗീതജ്ഞന്മാർ. അതില് എല്ലാരും ഉണ്ടാവും. വയലിന് മീൻസ് തബല, ഫ്ലൂട്ട് പാടുന്നവരെല്ലാരും കൂടി ചേർത്താണ് ബാൻഡ് എന്ന് പറയാം. ക്രിയോ എന്ന് പറഞ്ഞാൽ എന്താ? കൊയറും വരില്ല, ഓർക്കസ്ട്ര കയ്യിൽ വരുന്നില്ല കൊയറില്. കൊയറിൽ ഓർക്കസ്ട്ര ബാൻഡിന് പകരം പറയുന്ന ഓർക്കസ്ട്ര. അതായത് ബാൻഡില് ഗായകന്മാരെ മാറ്റി നിർത്തിയാൽ അതിനെ നമ്മൾ ഓർക്കസ്ട്ര എന്ന് പറയും. ഗായകന്മാരെ കൂടി ചേർത്താൽ ബാൻഡ് എന്ന് പറയും. ഇനി ഗായകന്മാർ മാത്രമാണ്, ഒരു 10 ഗായകന്മാർ നിൽക്കുന്നു, അവരാണ് നമ്മൾ കയർ എന്ന് പറയാം. കൊയർ നമ്മുടെ പള്ളിയിലൊക്കെ പള്ളിയിലൊക്കെ ഞായറാഴ്ച പാടുന്ന കൊയറാണ്. ഓക്കെ. അല്ല, എനിക്ക് പിന്നെ അതിൽ നമ്മള് കൊയർ പറയുമ്പോഴേ സ്വാഭാവികമായിട്ട് നമ്മള് സ്പെഷ്യൽ ആയിട്ട് നമ്മള് റിപ്രസെന്റ് സിംഗേഴ്സിനല്ലേ കൊയർ. സിംഗേഴ്സ് ആണ് കൊയർ വരിക. മ്യൂസിഷ്യൻസ് പറഞ്ഞാല് സിംഗേഴ്സ് മാത്രമല്ല, രണ്ടും വരില്ലേ? അപ്പൊ ബാൻഡും കൊയറും വരില്ലേ? അത് രണ്ടും ഡിപ്പെൻഡ് ചെയ്യില്ലേ? അതൊരു ടൈപ്പ് ഓഫ് ഗ്രൂപ്പ് അല്ലേ? സ്ക്രീന് അതായത് ഡിഫറൻസ് ഞാൻ ഒന്നും കൂടി പറയാം. ആരാണ് വേറെ സംസാരിക്കുന്നത്? ഓക്കെ, ഡിഫറൻസ് എന്താ വെച്ചാല് കയർ എന്ന് പറഞ്ഞാൽ അതിൽ പാട്ട് പാടുന്ന ആളുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. മനുഷ്യന്മാര് മാത്രം, മീൻസ് പാടുന്നവര് മാത്രം, ഗായകന്മാർ മാത്രം. ബാൻഡ് എന്ന് പറഞ്ഞാൽ ഗായകന്മാരുണ്ട്, ഓർക്കസ്ട്രയുണ്ട്. അതിനാണ് ബാൻഡ് എന്ന് പറയാം. ഇനി ഓർക്കസ്ട്ര എന്നാണ് പറയുന്നതെങ്കിൽ അതിൽ ഗായകന്മാരില്ല, മറിച്ച് ഈ വാദ്യോപകരണങ്ങൾ ഉപയോഗിക്കുന്ന ആളുകൾ മാത്രം പറയുന്ന പേരാണ് ഓർക്കസ്ട്ര. മൂന്ന് തമ്മിൽ ഡിഫറൻസ് മനസ്സിലാവും. പിന്നെ ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമ്മൾ ഉപയോഗിക്കും. കയർന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷെ ഇവിടെ നമ്മളൊരു എക്സാം എഴുതുമ്പോൾ നമുക്ക് ഈ സ്പെസിഫിക് ആയിട്ടുള്ള രീതിയിൽ തന്നെ എഴുതാൻ പറ്റുള്ളൂ. കൊയർ ചൂസ് ചെയ്യുന്നതിരിക്കുന്നതാണ് നല്ലത്. ഓക്കെ, ഗായക സംഘം എന്നാണ് കൊയറിന് പറയും. ബാൻഡ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മള് തൈക്കുടം ബാൻഡ് എന്നൊക്കെ പറയാം. മറ്റേ കുറെ ടീമുണ്ടല്ലോ, അതില് എല്ലാ ടൈപ്പ് ആളുകൾക്ക് വരും. ശരി, അടുത്ത് നോക്കുക. വിച്ച് ഓഫ് ദി ഫോളോയിങ് പേഴ്സ് ആർ ഹോമോഫോൺസ്? റൈറ്റ് എ. താഴെ ഏതാണ് ഹോമോഫോൺ? ഒരേപോലെ ഉച്ചാരണം അല്ലേ? ഏതാ? റൈറ്റ്. യെസ്, ഓപ്ഷൻ എ ആണ് റൈറ്റ്. ഒരേപോലെയാണ് പ്രൊനൗൺസ് ചെയ്യുക, അതാണ് ഹോമോഫോൺ. Which word has 3 syllables? താഴെ പറയുന്നതിൽ 3 സിലബിൾ ഉള്ളതാണ്. ബി എലഫന്റ്. ടേബിളിൽ എത്ര സിലബിൾ ഉണ്ട്? രണ്ടല്ലേ? ടേബിൾ എന്നല്ലേ വരിക? ടേ എന്ന് പറയുന്നത്, എന്ന് പറയുന്നത്
സത്യത്തിൽ ഇവിടെ 3 സിലബിളിലെ എലിഫന്റിന് മാത്രമേ ഉള്ളൂ. കൂട്ടാറില്ല. രണ്ട് സിലബിൾ കൂട്ടും എന്നേ ഉള്ളൂ, പക്ഷെ സിലബിളായിട്ട് പരിഗണിക്കാറില്ല. വിത്തൗട്ട് കൺസെന്റ് സൗണ്ട് ആണ്, ഈ പ്രൊണൗൺസ് ചെയ്യുന്നില്ല. ഓക്കെ, രണ്ടാമത്തെ എൽ എൽ എലഫന്റ്. സ്കൂളോ? സ്കൂൾ ഒറ്റന്നുള്ളൂ. സ്കൂൾ വരണം. സ്കൂൾ ഊ സൗണ്ട് മാത്രമേ വരുന്നുള്ളൂ. ബ്രൈറ്റോ? ഒറ്റന്ന്. ബ്രൈറ്റ് പറഞ്ഞല്ലോ, ബ്രൈറ്റ് ഐ സൗണ്ട് മാത്രമേ വരുന്നുള്ളൂ, ഒറ്റ വവൽ സൗണ്ട് ആണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി എലിഫന്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ നോക്കാൻ ഉദ്ദേശിച്ചത്. നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ടൈം കൂടുതൽ പോയിട്ടുണ്ടെന്നാലും